ഹലോ ഹായ്. ഒരു ബയോളജി അധ്യാപകൻ പുഴു പൂമ്പാറ്റയായി മാറുന്ന പ്രക്രിയ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. 2 മണിക്കൂറിനുള്ളിൽ പുഴു ചിത്രശലഭമായി പുറത്തു വരുമെന്നും ആരും അതിനെ സഹായിക്കരുതെന്നും നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം ലാബിൽ നിന്ന് പുറത്തേക്ക് പോയി. ജിജ്ഞാസയോടെ കാത്തിരുന്ന വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് പുഴു കൂട്ടിൽ നിന്നും പുറത്തു വരാൻ ചിത്രശലഭം നടത്തുന്ന കഠിന പരിശ്രമം കണ്ട് വല്ലാത്ത സഹതാപം തോന്നി. അവൻ ആ കൂട് പൊളിച്ചു കൊടുത്ത് ആ ചിത്രശലഭത്തെ പുറത്തു വരാൻ സഹായിച്ചു. എന്നാൽ പുറത്തു വന്ന ചിത്രശലഭമാകട്ടെ പിടഞ്ഞ് പിടഞ്ഞ് വീണ് ചത്തുപോയി. ഇതറിഞ്ഞ അധ്യാപകൻ കുട്ടികളോടായി ഇപ്രകാരം പറഞ്ഞു: പുഴു കൂട്ടിൽ നിന്ന് പുറത്തു വരാനായി ചിത്രശലഭം നടത്തുന്ന കഠിന പരിശ്രമമാണ് അതിൻ്റെ ചിറകുകൾക്ക് ബലം കൊടുക്കുന്നത്. പരിശ്രമമില്ലാതെ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല. ജീവിത വിജയത്തിന് കുറുക്കുവഴികളൊന്നും തന്നെയില്ല എന്ന മഹത്തായ സന്ദേശം നൽകിയാണ് അധ്യാപകൻ അന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഇതുപോലെയല്ലേ നമ്മിൽ പലരും നമ്മുടെ മക്കളെ വളർത്തുന്നത്? അല്ലലറിയാതെ, കുറവുകളറിയാതെ, ചോദിക്കും മുൻപേ തന്നെ എല്ലാം നൽകി. പക്ഷെ ഒന്ന് ഓർക്കുക, മുൻപേ ഞാൻ പറഞ്ഞ കഥയിലെ ചിത്രശലഭത്തോട് കാട്ടിയതുപോലെ അമിത പരിഗണന നിങ്ങളുടെ കുട്ടിയോട് കാണിച്ചാൽ ഈ വല്ലാത്ത ലോകത്തെ അതിജീവിക്കാൻ പ്രാപ്തിയില്ലാതെ അവർ ഇല്ലാതായേക്കാം. മക്കൾ ഇല്ലായ്മകൾ അറിയട്ടെ. മക്കൾ ജീവിത പരീക്ഷണങ്ങളെ ഒറ്റയ്ക്ക് നേരിടട്ടെ. ഒറ്റയ്ക്ക് തന്നെ അവർ ശക്തി ആർജിക്കട്ടെ. പിന്നെ അവരെ ആർക്കും തോൽപ്പിക്കാനാവില്ല. ഹാവ് എ നൈസ് ഡേ.